നമുക്കിന്ന് കോപ്പറേറ്റീവ് ലോയുടെ കുറച്ച് സെക്ഷൻസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സെക്ഷൻ എടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അഫിലിയേഷൻ, ചേഞ്ച് ഓഫ് നെയിം അങ്ങനെ തുടങ്ങിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദാറ്റ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ്. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവാണ്, കൺക്ലൂസീവ് എവിഡൻസ് ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 8 സബ്സെക്ഷൻ 1, വേർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ്, ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ 3. രജിസ്ട്രാർ ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഫോം നമ്പർ 3യിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോം നമ്പർ 1 എന്ന് പഠിച്ചു. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഈ ആപ്ലിക്കേഷൻ രജിസ്ട്രാർ ഒരു രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തു. അത് ഫോം നമ്പർ 2 ആണെന്ന് പഠിച്ചു. അപ്പോൾ ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷന്, ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിങ്. രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ കോപ്പി ഓഫ് ബൈലോ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെന്റ് അലോങ് വിത്ത് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ രജിസ്ട്രാർ ഈ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ബൈലോയുടെ കോപ്പിയും ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി അറ്റാച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, റൂൾ 15 രജിസ്ട്രാർ നമ്മുടെ സൊസൈറ്റികളെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒബ്ജക്റ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ സൊസൈറ്റി, ഈ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ഏത് ക്ലാസിഫിക്കേഷനിൽ പെടുന്നതാണ്, അതിന്റെ ഒബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഏത് ടൈപ്പിൽ പെടുന്നതാണ്, ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ആണ് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റിൽ രജിസ്ട്രാർ കാണിക്കുന്നത്. നമുക്കിനി ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നോക്കാം. സെക്ഷൻ 8 സബ്സെക്ഷൻ 2 റൂൾ 4A അതിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. If the original registration certificate is irrecoverably lost, the registrar may issue duplicate registration certificate in form number 3A. അപ്പോൾ തിരിച്ചു കിട്ടാത്ത രീതിയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ രജിസ്ട്രാർ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇത് ഫോം നമ്പർ 3Aയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോം നമ്പർ 3യിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നു. ഫോം നമ്പർ 3Aയിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ബേസിസിലാണ്, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഈ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഡീറ്റെയിൽസ് അവൈലബിൾ ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് റെക്കോർഡ്സ് അവൈലബിൾ ഇൻ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ. പ്രധാനമായും ആ സൊസൈറ്റിയുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ റെക്കോർഡ്സ് ആ സൊസൈറ്റിയുടെ എന്തെങ്കിലും റെക്കോർഡ്സ് രജിസ്ട്രാറുടെ ഓഫീസിലുണ്ടോ, ആ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇനി അടുത്തത് അഫിലിയേഷൻ ടു അപ്പക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 8A റൂൾ 16Eയിലാണ് അഫിലിയേഷൻ ടു അപ്പക്സ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 8A സബ്സെക്ഷൻ 1, എവരി പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റി ഷുഡ് അപ്ലൈ for affiliation to its apex society or central society within such time and such manner as may be prescribed. അതായത് എല്ലാ പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റികളും അവരുടെ അപ്പക്സ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് പറയുന്നില്ല. നോ ടൈം ലിമിറ്റ് ഈസ് സ്പെസിഫൈഡ് ഫോർ ഗിവിംഗ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ. The application for affiliation should be given in form number 31 shall be submitted by registered post. അപ്പോൾ ഫോം നമ്പർ 31ലാണ് ഈ അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. സെക്ഷൻ 8A സബ്സെക്ഷൻ 2, on the receipt of application for affiliation, the apex society or central society may be determined 45 days from the date of application whether such affiliation given or not. അതായത് ഈ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ അപ്പക്സ് സൊസൈറ്റി ഇതിന്റെ അഫിലിയേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കണം. If the apex or central society refusing the application for affiliation, the appeal should be given to the registrar within 30 days from the date of refusal. ഇനി ഈ ആപ്ലിക്കേഷൻ നിരാകരിക്കുകയാണെങ്കിൽ അപ്പീൽ കൊടുക്കാം. 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുത്തിരിക്കണം.
അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. ഇനി ഈ ആപ്ലിക്കേഷൻ നിരാകരിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. The registrar shall dispose the appeal within 60 days from the date of appeal. ഇനി ഇങ്ങനെ ഒരു അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആ അപ്പീൽ മേൽ തീരുമാനം 60 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. അതായത് ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അപ്പക് സൊസൈറ്റിക്ക് അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനുള്ളിൽ 45 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. ഇനി ആ ആപ്ലിക്കേഷൻ നിരാകരിക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ സാധിക്കും. രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുക്കാം. ഈ രജിസ്ട്രാർ ഇതിൽ മേലെ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ മേലെ 60 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കണം. ടൈം ലിമിറ്റ് ഓർത്ത് വെക്കുക. ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അപ്പക് സൊസൈറ്റി നോ ടൈം ലിമിറ്റ്. ആപ്ലിക്കേഷൻ ഡിറ്റർമിൻ 45 ഡേയ്സ്. അപ്പീൽ പീരീഡ് 30 ഡേയ്സ്. രജിസ്ട്രാർ ഡിസിഷൻ ഓൺ അപ്പീൽ 60 ഡേയ്സ്. അടുത്ത സെക്ഷൻ 8A സബ്സെഷൻ 4 റൂൾ 16E1A ആണ്. ഇത് ആപ്കോസ് RCMPയുമായി അഫിലിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആപ്കോസ് ഒരു പ്രൈമറി സൊസൈറ്റി ആണ്. അതിൻ്റെ സെൻട്രൽ സൊസൈറ്റി ആയ RCMPയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 8A സബ്സെഷൻ 4 റൂൾ 16E1Aയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ആപ്കോസിന് RCMPയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് ആപ്കോസിനൊരു റെഗുലർ മാനേജിങ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ RCMPയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ മിൽക്ക് സംഭരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആപ്കോസിന് മാത്രമേ RCMPയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്ക് 3 RCMPകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, എറണാകുളം, മലബാർ. ഈ 3 RCMPകളാണ് നമുക്കുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കീഴിൽ വരുന്ന തിരുവനന്തപുരത്ത് വരുന്ന RCMPയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴയാണ്. അപ്പോൾ ഈ ഏരിയ ഓപ്പറേഷൻ വരുന്ന ഒരു ആപ്കോസിന് തിരുവനന്തപുരം RCMPയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ആപ്കോസിനൊരു റെഗുലർ മാനേജിങ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ മിൽക്ക് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ ഫോം നേരത്തെ നമ്മൾ മറ്റു പ്രൈമറി സൊസൈറ്റികൾ അഫിലിയേറ്റ് ചെയ്യുന്നതിന് അതേ ഫോം തന്നെയാണ്. ഫോം നമ്പർ 31 ആണ്. അതേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയാണ്. അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ടൈം ലിമിറ്റും ഇല്ല. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 45 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. ഇനി അത് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ പീരീഡ് എത്രയാണ്? 30 ഡേയ്സ് ആണ്. ഇനി അപ്പീൽ മേൽ ഡിസിഷൻ എടുക്കേണ്ടത് രജിസ്ട്രാർ അപ്പീൽ മേൽ ഡിസിഷൻ എടുക്കേണ്ടത് 60 ഡേയ്സിനുള്ളിലാണ്. അപ്പോൾ സെക്ഷൻ 8A സബ്സെഷൻ 4 റൂൾ 16E1Aയിൽ പറയുന്നത് ആപ്കോസ് RCMPയായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. The registration of a society shall render it a body corporate by the name under which it is registered. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അതൊരു ബോഡി കോർപ്പറേറ്റായി മാറുന്നത്. ഇതിനു മുമ്പ് ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു സൊസൈറ്റി ബോഡി കോർപ്പറേറ്റായി മാറുന്നത് എപ്പോഴാണെന്ന്. ബൈ രജിസ്ട്രേഷൻ, ബൈ അമെൻമെൻറ്റ്, അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ബൈ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ വഴിയാണ് ഒരു സൊസൈറ്റി ബോഡി കോർപ്പറേറ്റായി മാറുന്നത്. Having a perpetual succession and a common seal and with the power to hold property, enter into contract, institute and defend suits and other legal proceedings and to do all things necessary for the purpose for which it was constituted. അതായത് സൊസൈറ്റിക്ക് ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് നടത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു പവർ കിട്ടുന്നത് രജിസ്ട്രേഷനിലൂടെയാണ്. സെക്ഷൻ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 9A സബ്സെഷൻ A Every cooperative society shall paint or affix its name, register number and address of its registered office in vernacular language and in English language on the outside of every office or place in which it is business carried on. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവരുടെ പേരും രജിസ്റ്റർ നമ്പറും അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിലും പ്രാദേശിക ഭാഷയിലും സൊസൈറ്റിയുടെ പുറത്ത് ആയിട്ട് എല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ വച്ചിരിക്കണം. അതായത് ഇപ്പോൾ സൊസൈറ്റി ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വല്ല ഷോറൂമോ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ സൊസൈറ്റിയുടെ പേരും രജിസ്റ്റർ നമ്പറും അവരുടെ രജിസ്റ്റേർഡ് ഓഫീസും ഒക്കെ എല്ലാവർക്കും വായിക്കേണ്ട രീതിയിൽ വലിയ അക്ഷരത്തിൽ സൊസൈറ്റിയുടെ എൻട്രൻസിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിൻ്റെ എൻട്രൻസിൽ തന്നെ വച്ചിരിക്കണം. സെക്ഷൻ 9A സബ്സെക്ഷൻ B ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം എൻഗ്രേവ്ഡ് ഇൻ ലെജിബിൾ ക്യാരക്ടേഴ്സ് ഓൺ ഇറ്റ്സ് സീൽ വിത്ത് കോമൺ എംബ്ലം. ഇനി കോമൺ എംബ്ലത്തോട് കൂടിയ ഒരു സീൽ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാ സൊസൈറ്റികൾക്കും ഉണ്ടാകും ഒരു കോമൺ എംബ്ലത്തോട് കൂടിയുള്ള സീല്, അതുകൂടി ഇതിൻ്റെ കൂടെ വച്ചിരിക്കണം, പതിച്ചിരിക്കണം. സെക്ഷൻ 9A സബ്സെക്ഷൻ C ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് മെൻഷൻഡ് ഇൻ ലെജിബിൾ ക്യാരക്ടേഴ്സ് ഇൻ ഓൾ ഇറ്റ്സ് ബിസിനസ് ലെറ്റേഴ്സ്, ബിൽ ഹെഡ്സ്, ലെറ്റർ പേപ്പർ, നോട്ടീസ് ആൻഡ് അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്. ഇനി സൊസൈറ്റിയുടെ മറ്റു പബ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റർ ഹെഡിൽ, ബില്ലിൽ, ലെറ്റർ പേപ്പറിൽ, അങ്ങനെ എല്ലാത്തിലും ഇതുപോലെ തന്നെ സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സും നെയിമും മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷൻ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സൊസൈറ്റികളുടെയും ഫ്രണ്ടിൽ സൊസൈറ്റിയുടെ നെയിമും അഡ്രസ്സും കോമൺ എംബ്ലോ അടങ്ങിയ ഒരു സീൽ കൂടി പതിപ്പിച്ച ഒരു ബോർഡ് വെച്ചിരിക്കണം. അത് എല്ലാവരും കാണുന്ന രീതിയിൽ വെർണാക്കുലർ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജും ആയിരിക്കണം. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പറയുന്നത്. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. A cooperative society can change its name by a amendment to its bylaws. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബൈലോ അമെൻമെൻറ്റ്സിലൂടെയാണ് പേര് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക. ചേഞ്ച് ദ നെയിം ഓഫ് എ സൊസൈറ്റി ബൈ ആൻ അമെൻമെൻറ്റ് ടു ഇറ്റ്സ് ബൈലോ ബൈ 2/3 മജോറിറ്റി ഓഫ് മെമ്പേഴ്സ്. അതിൽ ബൈലോ അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂട്ടി അതിൽ 2/3 മജോറിറ്റി മെമ്പേഴ്സിൽ റിസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. Where the society changes its name, the registrar shall enter the new name in the register of registered cooperative societies in the place of former name and amend the certificate of registration. ആ സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ പഴയ പേരിന് പകരം ഈ പുതിയ പേര് എൻട്രി ചെയ്യണം. രജിസ്റ്റർ ഓഫ് രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം നമ്പർ 4 ആണ്. ഇത് ചേഞ്ചസ് ഇൻ ദ നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ നോട്ട് അഫക്ട് എനി റൈറ്റ്, ഒബ്ലിഗേഷൻസ് ഓർ ലീഗൽ പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് ദ സൊസൈറ്റി. ഇനി ഇങ്ങനെ പേര് ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ സൊസൈറ്റിയുടെ ബാധ്യതകളൊന്നും പോകുന്നില്ല. അവർക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പോകത്തൊന്നുമില്ല. അവരുടേതായ റൈറ്റുകൾ, അവകാശങ്ങളൊന്നും മാറുന്നില്ല. റൂൾ 4B മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. In the event of change of name of society, the certificate to be issued by the registrar shall be in form number 3B. ഇങ്ങനെ നെയിം ചേഞ്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് ഫോം നമ്പർ 3Bയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോം നമ്പർ 3 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഫോം നമ്പർ 3Bയിൽ പറയുന്നത് ചേഞ്ച് ഓഫ് നെയിം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. റൂൾ 4B പുതിയതായി വന്നതാണ്, അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിച്ചോളണം. റൂൾ 4B 3B. റൂൾ 4Bയിലാണ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3B ആണ്.